അപ്പൊ മക്കളെ, നമ്മുടെ +1 ബയോളജിയിലെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. നമുക്കറിയാം, നമുക്ക് ഡിഫറെന്റ് ഫേസസ് ഉണ്ട് സെൽ സൈക്കിളിന്. G1, S, G2, M ഫേസ് ആയിട്ടുള്ള ഈ ഒരു പിക്ചർ നിങ്ങൾ കണ്ടല്ലോ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്. അപ്പൊ അതെന്തായാലും പഠിച്ചു വെക്കുക. ആൻഡ് ക്വിസൻ സ്റ്റേജ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ക്വിസൻ സ്റ്റേജ് അല്ലെങ്കിൽ G0 ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൈറ്റോസിസിൽ വരുന്ന പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. മക്കളെ, ഇതിനകത്ത് പിക്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയഗ്രാംസ് നിങ്ങൾ നോക്കി തന്നെ പഠിക്കുക. ഇതിൽ ഓരോന്നിന്റെയും ഡയഗ്രാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മിയോസിസ് 1 ആണ്. മിയോസിസ് 1 തന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഉണ്ട്. അതിൽ പ്രോഫേസിൽ നമുക്ക് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ് എന്ന് പറയുന്ന സ്റ്റേജസ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റേജസിൽ നടക്കുന്ന ഈവന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സ്റ്റേജസിൽ എന്തെല്ലാം ഈവന്റ്സ് ആണ് നടക്കുന്നതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ മിയോസിസ് 2 ആണ് വരുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ.